പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഇതൊരു സീരിയസ് വിഷയമാണ്. അതായത് ഒന്ന്, അവിശ്വാസം നമ്മൾ മുമ്പിൽ കണ്ട മക്കളുടെ അവിശ്വാസമോ ജീവിത പങ്കാളിയുടെ അവിശ്വാസമോ മുന്നിൽ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ടത് അവരോട് തർക്കിക്കാൻ പോവുകയല്ല, മറിച്ച് എന്താണ്, നമ്മുടെ വിശ്വാസം വെള്ളം ചേർക്കാതെ കണിശമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ സഹിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നെന്ന് അവർക്ക് മനസ്സിലാകണം. അതാണ് 5:41. ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ സഹിക്കുമ്പോൾ അത് നമുക്കൊരു നിരാശ സങ്കടവുമല്ല, മറിച്ച് സന്തോഷമാണ് ഉണ്ടാകുന്നത് എന്ന് അവർക്ക് മനസ്സിലാകണം. തന്നെയല്ല, നിനക്ക് മനസ്സിലാകണം. പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരു സഹനം വരുമ്പോൾ അങ്ങയെ മുൻനിർത്തി അത് സന്തോഷമായി അനുഭവിക്കാൻ അപ്പോസ്തലന്മാരുടെ അഭിഷേകം എനിക്ക് നൽകണമേ. സ്തുതിക്കട്ടെ. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അതെല്ലാം സന്തോഷമാക്കി മാറ്റുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്റെ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്റെ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റുപറച്ചിലാണ്. നമ്മുടെ പ്രാർത്ഥന വഴി നമുക്ക് ഏറ്റുപറയാം, നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി നമുക്ക് ഏറ്റുപറയാം. വിശ്വാസം എപ്പോഴും ഏറ്റുപറയാനുള്ളതാണ്, അല്ല രഹസ്യമായി നമ്മൾ സൂക്ഷിക്കാനുള്ളതല്ല. വിശ്വാസം ഏറ്റുപറയണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് വിനയമാണ്. ഈ വിനയവും വിശ്വാസവും തമ്മിൽ കുറേ അധികം ബന്ധമുണ്ട്. വിനയവും വിശ്വാസവും തമ്മിൽ കുറേ ബന്ധമുണ്ട്. അപ്പോൾ വിശ്വാസം ഏറ്റുപറയണമെങ്കിൽ എന്ത് വേണം? കാര്യം നമ്മുടെ ഈഗോ ഇല്ലേ, എല്ലാ മനുഷ്യർക്കും ഒരു ഔന്നത്യബോധം ഉണ്ടല്ലോ. കാര്യം ഒരു സെൽഫ് എസ്റ്റീം, ഞാൻ വലിയ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്നൊക്കെ പറഞ്ഞുള്ള ബോധമില്ലേ. അങ്ങനെയുള്ള ബോധങ്ങൾ ഒരു കാലത്തും നമുക്ക് വിശ്വാസം വളരാൻ പറ്റത്തില്ല. ഐ ആം സംതിങ് എന്ന് പറയുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ അതെന്താ പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സാക്ഷ്യമുണ്ടായി. സാക്ഷ്യമുണ്ടായത് മില്ലി എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യമാണ്. അവളാണ് 43 വയസ്സിൽ കല്യാണം കഴിച്ചത്, ഉടമ്പടി എടുത്തപ്പോൾ. അപ്പോൾ അത് സെക്കൻഡ് മാരേജാണ്. നല്ല വയസ്സുകാലത്ത്, നല്ല ചെറുപ്പകാലത്ത് കല്യാണം കഴിച്ചതാണ്. അപ്പോൾ അതെന്തോ മാനസിക രോഗമൊക്കെ ആയിട്ട് പിരിഞ്ഞതാണ്. പിന്നെ അവൾക്ക് കല്യാണം പേടിയായിരുന്നു, കല്യാണം കഴിക്കുക എന്നുള്ളത് പേടിയായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടിയിലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയണ ചില സംഭവങ്ങളെക്കാളുപരി വേറെ ചില വികാരങ്ങൾ, ഇപ്പം മെലിക്ക് പേടിയാണ്. എന്തിനു പേടിയാണ്? ആദ്യം ഒരു മാനസിക രോഗിയെ കല്യാണം കഴിച്ച് ഭയങ്കര പുരിവാലായ ജീവിതം തീർന്നതാണ്. വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പരീക്ഷിക്കാൻ ജീവിതം അവൾക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ അവളുടെ പേടി മാറി. ഇപ്പോൾ ഡോക്ടർ വർഗീസ് പീറ്റർ സാറ് പറഞ്ഞ എന്താണ്, ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ വിശ്വാസ നിലവാരം വർദ്ധിച്ചു. അപ്പം നമ്മൾ പലപ്പോഴും പറയുന്ന
ഈ കാര്യസാധ്യത്തിൻ്റെ അപ്പുറത്ത് കുറേ സംഭവങ്ങളുണ്ട് ഉടമ്പടിയിൽ. കാര്യം ഒന്ന്, സഹനം സന്തോഷമായി മാറും. പിന്നെ വിശ്വാസം പ്രഖ്യാപിക്കാൻ വിനയം വരും. ഒരു കാര്യം ചെയ്യാനുള്ള അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യാനുള്ള കൃപ ലഭിക്കും നമുക്ക്. ഇപ്പോൾ ഇവർക്ക് എന്നാ കിട്ടിയിരിക്കണത്, ഇപ്പോൾ മിലി പറയണത് ഇവളുടെ ജോലിയും പോയി വിവാഹവും നടക്കണില്ല. 2 പ്രശ്നമാണ്. ഇപ്പം 43 വയസ്സുണ്ട്, പക്ഷേ ജോലിയുണ്ട്, കമ്പനി ജോലിയുണ്ട്, നല്ലൊരു പേരെ കൊള്ളാവുന്ന ജോലിയാണ്. ആ ജോലിയും പോയി, ഈ ലോക്ക്ഡൗൺ പ്രമാണിച്ച് ജോലിയും പോയി, വിവാഹം വെക്കണില്ല. പക്ഷേ ഉടമ്പടി എടുത്താൽ ശരിയാകുമെന്ന് പറയുന്നുണ്ട്, അവരുടെ മനസ്സ് പറയുന്നുണ്ട്, ആൾക്കാർ പറയുന്നുണ്ട്. കാര്യം ഇപ്പോൾ ഈ വർഗീസ് പീറ്റർ നിരീശ്വരവാദി എന്ന് പറഞ്ഞ ആ സാറുപരും പറയണത് ലോകത്തിൽ ഒത്തിരി ഇതുപോലെയുള്ള അനുഗ്രഹപ്പാടുകളും ധ്യാനകേന്ദ്രങ്ങളും ഉണ്ടെങ്കിലും ഈ ഉടമ്പടി എന്ന് പറയുന്ന സംഭവങ്ങൾ ഒരു പക്ക പ്രയറാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ഇനി വരുമ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വരും, 270 പേജുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഉടമ്പടിക്ക്. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ എന്ത് സീരിയസ് ബുക്കാണതെന്ന്. അപ്പം അത് കൊണ്ട് ഇത് ടെക്സ്റ്റ് ബുക്ക് വൈസ് പഠിക്കേണ്ട, അക്കാഡമിക് ആയിട്ട് പഠിക്കേണ്ട ഒരു പഠനമാണ്. ഇപ്പോൾ ഈ മിലിയുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മിലിക്ക് കല്യാണം നടക്കണില്ല, അവരുടെ ജോലിയും പോയി. അപ്പോൾ ഇത് രണ്ടും ഇനി നടക്കണം. അത് നടക്കുകയോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷെ ഉടമ്പടി എടുത്താൽ നടക്കുമെന്ന് അവരുടെ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരൊക്കെ അവരുടെ അനുഭവങ്ങൾ വെച്ച് ഇവരോട് പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ഉടമ്പടി എടുക്കും മിലിയിൽ പോയി ഇതെല്ലാം ഈസി ആയിട്ട് മാതാവ് നടത്തുമെന്ന് എല്ലാ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരൊക്കെ മിലിയോട് പറയുന്നുണ്ട്. പക്ഷെ മിലിയുടെ പ്രശ്നം വെച്ചാൽ അവർ ഓഫീസറാണ്. അപ്പം അവർക്ക് ഈ പത്രം കൊണ്ടു നടന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് അവരുടെ പ്രശ്നം. കാര്യം ഉടമ്പടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി എടുത്താലും പുതുക്കണമെങ്കിലും കൃപാസനം പത്രം വാങ്ങിച്ച് പ്രാർത്ഥനാപൂർവം വിതരണം ചെയ്യണം. യേശുവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അത് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോഴിങ്ങനെ പത്രം എടുത്തുകൊണ്ട് ഓരോ കടയിൽ പോവുക, വീട്ടിൽ പോവുക എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാം ചുറ്റി നടന്ന് കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് അടുത്ത വണ്ടിക്ക് കയറിപ്പോയി. പത്രം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പോയപ്പോഴാണ് ജോലിയും പോയത്. വിവാഹത്തിന് വേണ്ടിയാണ് വന്നത് ഇവിടെ. അപ്പോൾ ജോലിയും പോയി. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം അവൾക്ക് പത്രം കൊടുക്കാനുള്ളൊരു ധൈര്യത്തിന് വേണ്ടി ഇവൾ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാവ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കണം, ഒരു പ്രാവശ്യങ്ങളിൽ നിന്ന് കൊടുത്താൽ മതിയായിരുന്നെന്ന്. ഉടനെ പെട്ടെന്ന് സ്വപ്നത്തിൽ കുറേ കടകളിങ്ങനെ കാണിക്കും. പത്രം കൊടുക്കേണ്ട കടകളെ മാതാവ് കാണിക്കും. മാതാവ് നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ സാധാരണ നിലവാരത്തിൽ കിട്ടാത്ത, റേഞ്ചിൽ കിട്ടാത്ത കുറേ സംഭവങ്ങൾ ഈ സഞ്ചാരി മാതാവിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഭയങ്കര ഇപ്പം തന്നെ ഇവളോട് എന്താ പറയണത്, ഇവൾക്ക് കുറേ കടകൾ കാണിക്കും. അപ്പോൾ ഈ കടകളെല്ലാം എന്നിട്ട് ഇവളോട് പറയും, ഈ കടകളിൽ ഈ നിരനായ റോഡിൽ കാണുന്ന കടകളില്ലേ, ഈ കടകളിൽ ചില കടകളിൽ കരുണയുടെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ നീ ചെന്ന് ചോദിച്ചാൽ പത്രം അവരെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പിറ്റേ തൃശ്ശൂർ കുട്ടമ്പള്ളി ആ ലൈനിൽ പോയി കടകളെല്ലാം നോക്കിയപ്പോൾ ഈ മാതാവ് പറഞ്ഞ ശരിയാണ്. ചില കടകൾ ഇതിന് കരുണയുടെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾ അത് മാതാവ് കണ്ടപ്പോൾ സമാധാനമായി. തിരിച്ചിവിടെ വന്ന് ഉടമ്പടി ചെയ്ത് 10 രൂപ മേടിച്ചുകൊണ്ട് ഈ അമ്മ പറഞ്ഞ എല്ലാ കടയിലും കൊണ്ടേ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കല്യാണം നടന്നു. പെട്ടെന്ന് തന്നെ ആ കമ്പനി ലോക്കൗട്ട് ആകുമ്പോൾ കമ്പനി അവളുടെ കൂട്ടുകാരെ കൂടി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടി. എല്ലാം ക്ലിയറായി കഴിഞ്ഞപ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പെട്ടെന്ന് ക്ലിയറായത്. നമ്മൾ എളിമപ്പെട്ട്
ഇപ്പോൾ എന്നാ ചെയ്യണത്? അവർ ഒരു കെട്ട് പത്രത്തിന് വരെ 3 കെട്ടും ചുവന്നുകൊണ്ടാണ് പോണേ ഇവിടുന്ന്. സാക്ഷ്യം പറയാം. അത് സന്തോഷത്തോടെയും അതാണ് കൊടുക്കണത്. സന്തോഷം കൊടുക്കണത് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 5:41 വർക്കൗട്ട് ചെയ്യണത്. എന്താണ്? കർത്താവിന് വേണ്ടി സഹിക്കുക, കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ. കാര്യം കൃപാസനം പത്രത്തിൻ്റെ ഗുണമെന്ന് പറയണത് അത് ആദ്യ നിമിഷം മുതൽ വെഞ്ചരിക്കും. ഇപ്പം ചില മീഡിയയൊക്കെ പണ്ട് പത്രത്തിനെതിരെ വിവാദങ്ങളുണ്ടായപ്പോൾ മീഡിയയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആൾക്കാർ വീഡിയോ ചെയ്തെന്താണ്, ആ വെഞ്ചരിപ്പൊന്ന് നിർത്തുകയാണെങ്കിൽ ആൾക്കാർ അന്ധവിശ്വാസത്തിലോട്ട് പോകത്തില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത്, ആ വെഞ്ചരിപ്പൊന്ന് നിർത്തുക. പക്ഷേ കൃപാസനത്തിൻ്റെ രീതി എന്ന് പറയണത് അമ്മയുടേതായിട്ട് എന്ത് കൊടുത്താലും, ഇപ്പം അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തൊരു കിണറുണ്ടായിരുന്നു. ആ കിണർ ഞങ്ങൾ ഇപ്പം അതിൻ്റെ വാട്ടർ കാക്കനാട് കൊടുത്ത് അതിൻ്റെ കറക്റ്റാണ്, അതിൻ്റെ കണ്ടൻസ് പരിശോധിച്ചിട്ട് ജനങ്ങൾക്ക് ഇന്നത് സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. ഉടമ്പടി പുതുക്കിയാൽ എടുത്താൽ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണ ഭൂമിയിലുണ്ടായിരുന്ന മണ്ണും വെള്ളമൊക്കെ കൊടുക്കും. എന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെര പണിയാൻ പറ്റണില്ല, അടിത്തറ ഇട്ട് അടിത്തറ കെട്ടി, പക്ഷേ പിന്നീട് ലോൺ പാസ്സായില്ല, അല്ലെങ്കിൽ അങ്ങനെ കടന്നുപോയ സംഭവങ്ങൾ. അപ്പം അവിടെ കൊണ്ടുപോയി അമ്മ പ്രത്യക്ഷപ്പെടിയിടത്ത് മണ്ണ് വിശ്വാസപ്രമാണം ചൊല്ലി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ വിശ്വാസമല്ലേ നമ്മൾ എന്താണ് ചെയ്തത്. അതായത് ഭൗതികമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില ആത്മീയമായ തത്വങ്ങളുണ്ട്. അല്ല വെറുതെ വെള്ളം കൊണ്ടുപോയി മണ്ണ് കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഉപ്പും കൊണ്ടുപോയിട്ട് കാര്യമില്ല. അതായത് നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇപ്പം അമ്മ പ്രത്യക്ഷപ്പെട്ടിടത്ത് മണ്ണാണ് കൊണ്ടുപോയി നമ്മുടെ വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ട് ഇടണമെന്ന് വിചാരിച്ചോ? സ്ഥലം വിറ്റ് പോകണില്ല, അതുകൊണ്ട് കൊണ്ടിടുകയെന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ വീട് വെക്കാൻ പറ്റണില്ല, നമ്മൾ ആ സ്ഥലത്ത് കൊണ്ടുപോയി മണ്ണിടുകയാണെന്ന് വിചാരിച്ചോ? അല്ല കിണറിൽ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. കിണറിൽ കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ ഇതുപോലെ ഇപ്പോൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സന്ദേശം, ഒരു ചേച്ചി ഇവിടെ കിണറിൽ വെള്ളം വറ്റിപ്പോകുന്നതിനെക്കുറിച്ച് വേദനിക്കുന്നു. പിന്നെ ഉടനെ അതിനെ പ്രാർത്ഥനയാക്കി മാറ്റി. എന്താണ്? ഇനി ഒരു കാലത്തും അവരുടെ വെള്ളം കിണറ്റിൽ വറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് ഒരിക്കലും ആ വെള്ളം പറ്റണില്ല. കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യമാണത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കന്നുകാലികളെല്ലാം കുടിപ്പിക്കുന്നത് ഈ കിണറ്റിൽ നിന്നാണ്. കാര്യം അവർക്ക് ഫാമുള്ള ആളാണ്. ഫാമുള്ളതെല്ലാം പക്ഷേ ഫാമിനും മനുഷ്യർക്ക് വേണ്ടി ഈ കിണറിലെ വെള്ളം തികയത്തില്ല. അപ്പോൾ മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോൾ കിണർ വറ്റും. ഇത് വർഷങ്ങളായിട്ട് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ ആ ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾത്താറിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരികയാണ്, കിണറിലെ വെള്ളം വറ്റാതിരിക്കാൻ വേണ്ടി ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് ആ പ്രാർത്ഥന ഏറ്റെടുത്തിരിക്കണമെന്ന്. ഇതാണ് കർത്താവിൻ്റെ ഒരു അവസ്ഥ. നീ എന്നാ പറഞ്ഞാലും അത് നിന്നേക്കാൾ സീരിയസ് ആയിട്ടാണ് ദൈവം ആ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. എന്നിട്ട് അന്ന് മുതലേ ആ കിണറ്റിൽ ഇന്ന് വരെ വെള്ളം മാറിയിട്ടില്ല. അപ്പോൾ നമ്മളവർക്ക് ഇതൊക്കെ എങ്ങനെയാണ് കർത്താവ് ചെയ്യണത്, നമുക്കിതൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ റീസണബിളായിട്ട് ചോദിക്കും. പക്ഷേ വിശ്വാസമെന്ന് പറയുന്നത് അവിടെ റീസണൊന്നുമില്ല. ഒരു വ്യക്തി അനുഭവിക്കുന്ന സങ്കടങ്ങളുടെ വൈകാരിക തലങ്ങളേ ഉള്ളൂ. അവിടെ ബുദ്ധിയൊന്നുമില്ല. ഒരു വ്യക്തി അനുഭവിക്കുന്ന കാര്യം അവരുടെ വീട്ടിലെ കിണർ വറ്റിപ്പോയ അവസ്ഥ അറിയാമല്ലോ. ഈ കന്നുകാലികൾക്കെല്ലാം വെള്ളം ഉണങ്ങി വേറെ അടുത്ത കിണറ്റിൽ പോകേണ്ടി വരും. അതൊന്നും നടക്കത്തില്ല. പിന്നെ പൊറുതി മാറി പോകാനേ പറ്റത്തുള്ളൂ. അതെല്ലാം ആർക്കും വിറ്റിട്ട് പോരാൻ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവനവന് വരുമ്പോഴാണ് കേൾക്കുമ്പോൾ അവർക്കും ഇതെന്താ കാര്യം നിരധിക്കുന്നത്, എന്ത് കാര്യം എന്ന് ചോദിക്കും. പക്ഷേ അവനവന് ഈ വിഷയം വരുമ്പോഴാണ് വിഷയം എന്തുമാത്രം ഗൗരവമാണെന്ന് മനസ്സിലാക്കണത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, ഇപ്പം മണ്ണ് കൊണ്ടിടുന്നു, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ടിടുന്നു, അല്ലെങ്കിൽ ഉപ്പ് കൊണ്ടിടുന്നു നേർച്ച വസ്തുക്കൾ.
ഈ നേർച്ച വസ്തുക്കൾ ഇടുമ്പോൾ നമ്മളത് എന്തിടുന്നോ അല്ല പ്രശ്നം, എങ്ങനെ ഇടുന്നു, എന്തുകൊണ്ടിടുന്നു. എന്താ കാര്യം? അവിടെ ഒരു ഏറ്റുപറച്ചിലിൻ്റെ ഒരു വിഷയമുണ്ട്. എന്താണ് ഏറ്റു പറയണത്? റോമ 10:9 നമ്മൾ ഏറ്റു പറയണത്. നിങ്ങൾ വെള്ളമിടുമ്പോഴും മണ്ണിടുമ്പോഴും ഉപ്പിടുമ്പോഴും ഒക്കെ നിങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നിങ്ങൾ ഏറ്റു പറഞ്ഞത് എന്താണ്? യേശു കർത്താവാണെന്നാണ് അധരം കൊണ്ട് ഏറ്റു പറയണത്, അല്ലേ? വിശ്വാസ പ്രമാണം ചെല്ലിയല്ലേ നമ്മൾ ഉടമ്പടി തൈലം തേക്കണത്? വിശ്വാസ പ്രമാണം ചെല്ലിയല്ലേ നമ്മൾ ഉടമ്പടി ഉപ്പ് കിണറ്റിലിടണത്? അപ്പം ഇങ്ങനെ ഓരോ സംഭവവും, ഇപ്പം ചെവിപ്പഴുപ്പെന്നും പറഞ്ഞ് ഈ മിലിയുടെ സാക്ഷ്യത്തിലൊന്നാണ് ഇയർ ബഡിൽ ഉടമ്പടി തൈലം എപ്പോഴും ചെവിപ്പഴുപ്പാണ്. മുച്ചുണ്ടുകാർക്ക് എപ്പോഴും ചെവിപ്പഴുപ്പുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു അസുഖമാണ്, എപ്പോഴും ചെവിയുടെ പഴുപ്പാണ്. അപ്പോൾ അവരെന്നാ ചെയ്യണത്? അവർ ഉടമ്പടി എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം കൊണ്ട് ഇവർ ചെവിയിൽ തൊടും. അപ്പോൾ അതോടുകൂടി ചെവി പഴുപ്പ് തീരുകയാണ് സാക്ഷ്യം. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഹൈജീനിക്കായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും ഞങ്ങളിവിടെ തരുന്നതെല്ലാം വളരെ ശ്രദ്ധിച്ചാണ്. നിങ്ങൾക്കറിയാമല്ലോ, ആ ബോട്ടിലൊക്കെ നല്ല വിലയാണ്, പക്ഷേ വില നോക്കിയല്ല ഞങ്ങൾ നിങ്ങൾക്ക് തരണത്, അതിനകത്തിരിക്കുന്ന വിഷയം നോക്കിയാണ് അത് തരുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് സൂക്ഷിച്ച് വെക്കുകയും. ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ നേർച്ച വസ്തു നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണത് എന്താ? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയും. പറഞ്ഞു മനസ്സിലായില്ലേ? പിന്നെ എന്താണ്? ദൈവം അവനെ മരിച്ചവൾ ഉറപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. വിശ്വാസ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഏറ്റുപറച്ചിലാണ്. ഇനി കുറച്ചുകൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം. യേശുവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ആക്ടിവേറ്റ് ചെയ്യുന്ന മെക്കാനിസം ഏറ്റുപറച്ചിലാണ്. ഇപ്പം നമ്മുടെ പത്രോസില്ലേ, പത്രോസ് ഉദാഹരണത്തിന് ലൂക്ക 5:8 പത്രോസ് കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റു പറയുന്ന സംഭവമുണ്ട്. എന്താണ്? അത്ഭുതകരമായ മീൻപിടുത്തം കിട്ടിയപ്പോൾ അവൻ കർത്താവിൻ്റെ കാൽക്കൽ കമന്നടിച്ച് വീണിട്ട് പറഞ്ഞത് എന്താണ്? കർത്താവേ, ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാപിയാണെന്നുള്ളത് ഒരു ഏറ്റുപറച്ചിലാണ്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചു ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന അതേ മെക്കാനിസം തന്നെയാണ് കർത്താവെ ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയണത്. പറഞ്ഞാൽ മനസ്സിലായ? നിങ്ങൾക്ക് ദൈവത്തിൽ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ തിന്മകളുടെ വശങ്ങൾ ഏറ്റുപറയണം. മനസ്സിലാക്കിയാൽ മാത്രം പോരാ. ചില ആൾക്കാർക്ക് വരുന്ന അബദ്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീക്ക്നെസ് അവർ മനസ്സിലാക്കും, പക്ഷെ മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമില്ല. ഇത് നമ്മൾ ഏറ്റുപറയണം. ഏറ്റുപറയണത് ഒന്നെങ്കിൽ ഈ സഭയിലുള്ള ഏറ്റുപറച്ചിലെന്ന് പറയണത്, ഒന്നെങ്കിൽ നമ്മൾ പൊതുവായിട്ട് സാക്ഷ്യം പറയുമ്പോൾ ജനങ്ങളോട് ഏറ്റുപറയും. ഞാനിങ്ങനെ ഇപ്പോൾ ആ നിരീശ്വരവാദിയായ ഡോക്ടർ വർഗീസ് പീറ്റർ പറഞ്ഞ ഏറ്റുപറച്ചിലാണത്. ഞാൻ കർത്താവിനോട് വിശ്വാസമില്ലാതെ നടന്നു പോയിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ, അതിലെനിക്ക് ഒത്തിരിയേറെ വിഷമമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏറ്റുപറച്ചിലാണ്. നിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവത്തെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ എളുപ്പമാണ്. അല്ല, ഇത് എന്ത് ചെയ്യാം, എല്ലാം വന്ന് സംഭവിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാണെന്നല്ല. ആ സംഭവങ്ങളെല്ലാം കൃപയാക്കി മാറ്റണമെങ്കിൽ നീ കൃപാസനത്തിൽ നിന്ന് പോകണമെമ്പോൾ തന്നെ മാതാവിനോട് പറഞ്ഞ, അമ്മേ, അബദ്ധങ്ങൾ കുറേ പറ്റിയിട്ടുണ്ട്, ഞാനിപ്പോഴത് മനസ്സിലാക്കുകയാണ്, ഏറ്റു പറയുകയാണ്, എന്നെ സഹായിക്കണം.
കാര്യം ഏറ്റുപറച്ചിലെന്ന് പറയുന്നത് ബൈബിളിലെ ഏറ്റവും വലിയ സംഭവമാണ്. പ്രാർത്ഥനയേക്കാൾ ശക്തമാണ് ഈ ഏറ്റുപറച്ചിലിന് വരുന്നത്. കാര്യം ഏറ്റുപറച്ചത് തന്നെ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ ഏറ്റുപറച്ചിലാണെങ്കിൽ ഇപ്പം ആ ചുങ്കക്കാരൻ എന്താ പറയണത്? ദൈവമേ, പാപിയായ എൻ്റെ മേൽ കനിയണമേ. അപ്പം നീതീകരണമാണ്. അപ്പം കർത്താവ് പറയും, അവൻ പരിസരനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായിട്ട് വീട്ടിലേക്ക് മടങ്ങിയെന്നാണ് പറയണത്. അവിടെ അവൻ എന്താ ചെയ്തത്? അവൻ സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും ധൈര്യം കാണിച്ചില്ലാതെ കർത്താവിനോട് പറഞ്ഞു, കർത്താവിൻ്റെ മുഖത്ത് നോക്കാതെ താഴേക്ക് നോക്കി നിന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ ഭയങ്കരമാണ്. എന്താ പറയണത്? കർത്താവേ, ഞാൻ പാപിയാണ്, എന്നോട് കനിയണമേ. അപ്പോൾ തന്നെ നീതീകരണമായി. ദയവേദലേ, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വിശുദ്ധിയോടെ കൂടി ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറയണം. ഏറ്റുപറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെറുത്തുപേക്ഷിക്കുക എന്നുള്ളതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണമല്ല. ഏറ്റു പറയുന്നതിൻ്റെ ഓരോ ഉദ്ദേശവും ആ പാപം പിന്നെ വീണ്ടും നമ്മൾ ആവർത്തിക്കത്തില്ല. ഏറ്റു പറയണ ഓരോ കാര്യവും വെറുത്തുപേക്ഷിക്കാനുള്ളതാണ്. അങ്ങനെ ഏറ്റു പറഞ്ഞ് വെറുത്തുപേക്ഷിക്കുകയാണെങ്കിൽ നീ ക്ലീനായി. അപ്പം പിന്നെ ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള വകുപ്പായി. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ വന്നു പോയിട്ടുള്ള എല്ലാ അവസ്ഥകളും പാപ സാഹചര്യങ്ങളും വേദനയോടെ അനുതാപത്തോടെ ഏറ്റുപറയാനുള്ള കൃപ നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Hallelujah.